ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. കണ്ണൂർ ഇരിക്കൂരിൽ ചെങ്കൽ ലോറി മറിഞ്ഞു. പള്ളി കെട്ടിടത്തിലേക്കാണ് ലോറി മറിഞ്ഞത്. ലോറിക്കുള്ളിൽ ഡ്രൈവർ കുടുങ്ങിക്കിടക്കുകയാണ്. പള്ളിയിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അർജുൻ, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ അപകടത്തിന് കാരണം? ഈ ലോറിക്കകത്ത് നിന്ന് കുടുങ്ങിയ ആളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം അതെങ്ങനെ അർജുൻ ഈ ഘട്ടത്തിൽ? റീജിത്ത്, അതായത് ഏകദേശം ഒരു 12 മണിയോട് കൂടിയാണ് ഈ അപകടം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മട്ടന്നൂർ ഫയർഫോഴ്സിലുള്ള ജീവനക്കാർ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ കുടുങ്ങിക്കിടക്കുന്ന ലോറി ഡ്രൈവറെ പുറത്തെടുക്കാൻ അതിൻ്റെ മുകളിലുള്ള കല്ലുകളൊക്കെ, ഈ ചെങ്കല്ലുകളൊക്കെ മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ക്രെയിൻ ഉൾപ്പെടെ ആ സ്ഥലത്തേക്ക് എത്തിച്ചതാണ്. എന്നാൽ പകുതി ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നതിനിടയിൽ തന്നെ ക്രെയിനിനൊരു സാങ്കേതിക തകരാർ സംഭവിക്കുകയും അത് പണിമുടക്കുന്ന സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ പറയുന്ന ലോറി ഡ്രൈവർ ഇതിനകത്ത് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ സംസാരിക്കുമ്പോൾ തിരിച്ച് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വലിയ രീതിയിൽ ചെങ്കല്ല് കിടക്കുന്ന ആ പ്രദേശത്ത് അതിൻ്റെ അടിയിലാണ് അദ്ദേഹം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ശ്രമകരമായിട്ട് ദൗത്യം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടം നടക്കുന്നത് കണ്ണൂർ ഇരിക്കൂറിലാണ്. ഇരിക്കൂറിൽ നിന്നും കല്യാടേക്ക് പോകുന്ന റോഡിലാണ് ഈ പറയുന്ന അപകടം നടക്കുന്നത്. കല്യാട് ഭാഗത്തു നിന്നും ചെങ്കല്ലും കയറ്റി വന്ന ലോറിയാണ് ഇരിക്കൂർ ജംഗ്ഷനിലേക്ക് കടക്കുന്നതിനിടയിൽ തൊട്ട് മുൻപുള്ള വളവിൽ വെച്ച് ഈ അപകടം സംഭവിക്കുന്നത്. അതൊരു കുത്തനെയുള്ള ഇറക്കമാണ്. ആ ഇറക്കത്തിന് തൊട്ട് താഴെ തന്നെയാണ് ഈ പള്ളി നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഇറക്കത്തിലും വളവിലും കാരണമാണ് ഈ പറയുന്ന ലോറി നിയന്ത്രിക്കാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അത് പിന്നീട് ഈ പള്ളിയിലേക്ക് മറിയുകയും ചെയ്തത്. പള്ളിയിൽ ആ സമയത്ത് അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതും വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും നിലവിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന ലോറി ഡ്രൈവർക്ക് പുറമെ മറ്റാർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഫയർഫോഴ്സിലെ ജീവനക്കാരും നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഈ കുടുങ്ങിക്കിടക്കുന്ന ലോറി ഡ്രൈവറെ പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോഴും അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലോറി ഡ്രൈവറെ പുറത്തെടുക്കാൻ ആവശ്യമായ രീതിയിൽ ഒരു ക്രെയിൻ അവിടെ എത്തിച്ചിരുന്നു. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ക്രെയിൻ കൊണ്ടുവന്നുവെങ്കിൽ കൂടിയും ആ ലോറി ഡ്രൈവറെ ഇപ്പോഴും പുറത്തെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. റിജിത്ത്, അർജുനെ, ലോറിക്കകത്ത് നിന്ന് ഡ്രൈവർ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന നാട്ടുകാരോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഫയർഫോഴ്സിൻ്റെയൊക്കെ ആവശ്യമായ സംഘം, ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ ആവശ്യമായ സംഘമുണ്ടോ? അവരുടെ ഒരു ആക്ഷൻ പ്ലാൻ എന്ന നിലയിൽ അവരെന്താണ് ആലോചിക്കുന്നത്? ഇത് വെട്ടിപ്പൊളിച്ച് പുറത്തേക്ക് എടുക്കുക എന്നതാണോ, അതോ എങ്ങനെയാണ് അവർ ഇതിൻ്റെ ഒരു രക്ഷാ ദൗത്യം ആലോചിക്കുന്നത്? എങ്ങനെയാണ് അവർ? തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള പര്യാപ്തമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടത്തേക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഫയർഫോഴ്സും മറ്റ് നാട്ടുകാരും എല്ലാം ചേർന്നിട്ട് ഈ പറയുന്ന രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ കൊണ്ടുവന്ന ക്രെയിനിന് ഒരു സാങ്കേതിക തകരാർ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ തന്നെ സംഭവിച്ചു. അതാണ് ഏറ്റവും വലിയ ഒരു പ്രയാസകരമായി മാറിയത്. എന്നാലും ഇപ്പോൾ അവിടെ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ നാട്ടുകാരുടെ